أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك لهم نصيب مما كسبوا والله سريع الحساب. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. സൂറ അൽ ബഖറയിലെ 203-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അവർക്കത്രേ തങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഒരു നല്ല അംശം ലഭിക്കുക, അള്ളാഹു അതിവേഗം കണക്കെടുക്കുന്നവനാണ്. സയ്യിദ്നാ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, കസബ് എന്ന വാക്കിൻ്റെ അർത്ഥം കഠിനാധ്വാനം ചെയ്ത് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ കസബു എന്ന വാക്ക് മുകളിൽ സൂചിപ്പിച്ച കഴിഞ്ഞ ആയത്തിലുള്ള പ്രാർത്ഥനയ്ക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ സമ്പാദിച്ചതിൽ നിന്നും അവർക്ക് വിഹിതം ലഭിക്കുമെന്ന് പറയുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കസബ് എന്ന വാക്ക് നാവുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കോ ഹൃദയത്തിൻ്റെ പ്രവൃത്തിക്കോ വേണ്ടിയും ഉപയോഗിക്കാമെന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നും ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും അനുഗ്രഹങ്ങൾ തേടുന്നവർക്ക് അവരുടെ ആത്മാർത്ഥതയ്ക്കും വിശ്വാസത്തിനും അനുസരിച്ച് അള്ളാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്ന് പറയുന്നു, വല്ലാഹു സരീഉൽ ഹിസാബ്. നന്മയുടെയോ തിന്മയുടെ പ്രതിഫലം നൽകുന്നതിൽ അള്ളാഹു ഒരിക്കലും താമസം വരുത്തുന്നില്ല. മനുഷ്യൻ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലം അവൻ്റെ അവയവങ്ങളിൽ ഉടനടി സ്വാധീനം ചെലുത്തുന്നു. ഈ വിഷയം വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാട് വീഴുന്നു. അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ തുടർച്ചയായ തിന്മകളിലൂടെ ആ കറുത്ത പാടുകൾ വർദ്ധിച്ചു വരികയും ഒടുവിൽ അവൻ്റെ ഹൃദയം പൂർണ്ണമായും കറുപ്പായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഒരാൾ നന്മ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു വെളുത്ത പാട് വീഴുന്നു. അവൻ നിരന്തരം നന്മകൾ ചെയ്യുമ്പോൾ ആ വെളുത്ത പാടുകൾ വർദ്ധിക്കുകയും ഒടുവിൽ അവൻ്റെ ഹൃദയം പ്രകാശപൂർണമാവുകയും ചെയ്യുന്നു. സൂറ അൽ ബഖറയിലെ 204-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. എന്നാൽ ആരെങ്കിലും 2 ദിവസങ്ങളിലായി കർമ്മങ്ങൾ നിർവഹിച്ച് ധൃതിപ്പെട്ടു മടങ്ങുന്നുവെങ്കിൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല. ആരെങ്കിലും പിന്നീട് മടങ്ങുന്നുവെങ്കിൽ അയാൾക്കും കുറ്റമില്ല. ഈ ആനുകൂല്യം സൂക്ഷ്മത കൈക്കൊള്ളുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഒരു നാളിൽ നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്നറിയുക. ഈ ആയത്തിൻ്റെ തുടർന്നുള്ള തഫ്സീറിൽ ഹുസൂർ തിരുമനസ് കഅബാലയം കാണുന്ന സമയത്ത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ഹുസൂർ പറയുന്നു, ഒരു മനുഷ്യൻ കഅബാലയം കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമായൊരു സ്വാധീനമുണ്ടാവുകയും അത് പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു അത്ഭുത നിമിഷമായി മാറുകയും ചെയ്യുന്നു. അത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഒരു ഹദീസ് വായിച്ചിരുന്നു, കഅബാലയം ആദ്യമായി കാണുമ്പോൾ നടത്തുന്ന പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമെന്ന്. അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തണമെന്ന് ആഗ്രഹം തോന്നി. എന്നാൽ പെട്ടെന്ന് എനിക്ക് മറ്റൊരു ചിന്ത വന്നു, ഞാൻ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തിയാൽ അവ സ്വീകരിക്കപ്പെടുമായിരിക്കും. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് മറ്റൊരാവശ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വീണ്ടും ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, ഈ കഅബ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഒരു വഴി കണ്ടെത്തി. ഞാൻ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഞാൻ ഇനി മുതൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് സ്വീകരിക്കണമേ. അങ്ങനെ ആ പ്രാർത്ഥനയുടെ പരമ്പര എന്നും നിലനിൽക്കുമല്ലോ. ഹുസൂർ പറയുന്നു, ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഹജ്ജിന് പോയി കഅബാലയം ആദ്യമായി കണ്ടപ്പോൾ ഞങ്ങളുടെ നാനാജാൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മറ്റുള്ളവരും പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചത് ഇതാണ്, അള്ളാഹു, ഈ കഅബാലയം കാണാൻ എനിക്ക് ജീവിതത്തിൽ എപ്പോഴും അവസരം ലഭിക്കില്ല. ഇന്ന് എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിന്റെ പ്രവാചകൻ വഴി ലഭിച്ച വാഗ്ദാനമനുസരിച്ച് ആദ്യമായി കഅബ കാണുന്ന സമയത്ത് നടത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുമെന്നതിനാൽ എൻ്റെ ആയുഷ്കാലം മുഴുവനായിട്ടുള്ള പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ. ഹുസൂർ പറയുന്നു, എൻ്റെ പ്രാർത്ഥന ഇപ്പോഴും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നത് ഞാൻ നിരന്തരം
കണ്ടുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ഹുസൂർ പറയുന്നു, ഇതുപോലെ കഅബാലയത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ മനുഷ്യൻ കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾ അതിന് ചുറ്റും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിരക്കണക്കിന് ആളുകൾ അതിന് ചുറ്റും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടുവെന്നും താൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വന്നെത്തിയെന്നും അപ്പോൾ തൻ്റെ ജോലി അവൻ്റെ മുന്നിൽ ശിരസ് നമിക്കുക എന്നതാണെന്നുമുള്ള ഒരു വികാരം ഉടലെടുക്കുന്നു. പിന്നീട് സഈ ബൈന സഫ വൽ മർവ, സഫ മർവക്കിടയിലുള്ള സഈയാണ്. ഹജ്റത്ത് ഹാജിറ റളിയല്ലാഹു തആല അൻഹയുടെ സംഭവം മനുഷ്യൻ്റെ കൺമുന്നിൽ വരുന്നു. അങ്ങനെ ആ വിജനമായ കാട്ടിൽ പോലും ദൈവത്തിനായി താമസം ഉറപ്പിക്കുകയാണെങ്കിൽ ദൈവം അവനെ ഒരിക്കലും പാഴാക്കി കളയുകയില്ലെന്നും മറിച്ച് അവന് മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുമെന്നും അവനിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്നുള്ള ഉറപ്പിൽ അവൻ്റെ ഹൃദയം നിറയുന്നു. പിന്നീട് അവിടെയുള്ള എല്ലാ പവിത്രമായ സ്ഥലങ്ങൾക്കും അവയുടെ പദവി അനുസരിച്ചിട്ടുള്ള പേരുകൾ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ആളുകൾ ആദ്യം മിനായിൽ പോകുന്നു. മിന എന്ന വാക്ക് ഉമ്നിയ എന്ന വാക്കിൽ നിന്നും നിഷ്പന്നമായിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ളതാണ്. ആളുകൾ ഈ സ്ഥലത്ത് ചെന്ന് ദൈവത്തെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ശൈത്താനോടുള്ള പൂർണ്ണമായിട്ടുള്ള വെറുപ്പും അകൽച്ചയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് അറഫാത്താണ്. നമ്മളിപ്പോൾ ദൈവത്തെ തിരിച്ചറിഞ്ഞുവെന്നും നമുക്ക് അവൻ്റെ ജ്ഞാനം ലഭിച്ചുവെന്നും നമ്മൾ അവനുമായി ബന്ധപ്പെട്ടുവെന്നും ഈ വാക്ക് സൂചിപ്പിക്കുന്നു. അതിനുശേഷം മുസ്ദൽഫയാണ്. അതിൻ്റെ അർത്ഥം സാമീപ്യം എന്നാണ്. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യം ഇപ്പോൾ നമ്മുടെ അരികിലെത്തിക്കഴിഞ്ഞു എന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഷ്അറുൽ ഹറാം എന്ന കുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുമായിട്ടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വികാരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണർത്തുന്നതാണ്. കാരണം ആ സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തിയിരുന്നത്. പിന്നീട് മക്ക എന്നത് മരങ്ങളോ പുൽമേടുകളോ ഇല്ലാത്ത മണലും കല്ലും ചെറിയ താഴ്വാരങ്ങളും മാത്രമുള്ളൊരു സ്ഥലം. ചുരുക്കത്തിൽ ഇത് വളരെ വരണ്ട സ്ഥലമാണ്. അവിടെ പച്ചപ്പോ ലൗകികമായ ആകർഷണങ്ങളോ ഒന്നുമില്ല. അതിനാൽ ഒരാൾ അവിടേക്ക് പോകുന്നത് അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിനും അവൻ്റെ പ്രീതിക്കും വേണ്ടി മാത്രമാണ്. ഇതാണ് ഹജ്ജിൻ്റെയും കഅബാലയത്തിൻ്റെയും യഥാർത്ഥ ലക്ഷ്യം. പിന്നീട് ഇഹ്റാം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടി ഹുസൂർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഹുസൂർ പറയുന്നു, കഫൻ പോലെയുള്ള 2 തുണികൾ ധരിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് പുനരുദ്ധാന ദിവസത്തെ യൗമുൽ ഹശറിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു. ഒന്ന് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിനും മറ്റൊന്ന് താഴത്തെ ഭാഗത്തിനുമായി ഉപയോഗിക്കുന്നു. അറഫാത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ നഗ്നശിരസ്കനായിക്കൊണ്ട് നിൽക്കുന്നതും ഇതേ കാഴ്ചയാണ് നൽകുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ രൂപത്തിൽ അവിടെ ഒത്തുകൂടുമ്പോൾ പുനരുദ്ധാനത്തിൻ്റെ ചിത്രം മനുഷ്യൻ്റെ കൺമുന്നിൽ തെളിയുന്നു. ഖബറുകളിൽ നിന്നും പുറപ്പെട്ട് കഫൻ പുടവയിൽ പൊതിഞ്ഞ അല്ലാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നത് പോലെയാണ് അത് അനുഭവപ്പെടുന്നത്. പിന്നീട് ഹജ്ജിലും ബൈത്തുല്ലായിലും ഹജറത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹജറത്ത് ഹാജിറ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവരുടെ ജീവിത സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരികയും നമ്മുടെ ഉള്ളിൽ പുതിയൊരു വിശ്വാസവും ജ്ഞാനവും ജനിക്കുകയും ചെയ്യുന്നു. മറ്റു സമുദായങ്ങളും അവരുടെ മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങളെ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഹിന്ദുക്കൾ ദശഹരയിൽ അവരുടെ പഴയ ചരിത്ര സംഭവങ്ങൾ ആവർത്തിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങൾക്ക് മുന്നിൽ അള്ളാഹു അവരുടെ പൂർവികരുടെ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളെ അത്തരം ഒരു ശൈലിയിലാണ് വെച്ചിരിക്കുന്നത്. അത് പഴയ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു സംഭവം അഥവാ ഖിയാമത്ത് നാളിൻ്റെ ചിത്രം പോലും മനുഷ്യൻ്റെ കൺമുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ റമീൽ ജിമാർ, കല്ലെറിയുന്ന കർമ്മത്തിൻ്റെ യാഥാർത്ഥ്യം ശൈത്താനോടുള്ള വിരക്തി പ്രകടിപ്പിക്കലാണ്. ഈ ജമറാത്തുകൾക്ക് ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ ഉഖുബ എന്നിങ്ങനെയാണ് പേര് നൽകിയിട്ടുള്ളത്. മനുഷ്യൻ ഈ ലോകത്ത് തന്നെ ശൈത്താനിൽ നിന്നും അകന്നു നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്നും അങ്ങനെ ബർസഖിലും പരലോകത്തും ശൈത്താൻ്റെ ഒരു സ്വാധീനവും അവൻ്റെ ആത്മാവിൽ ഉണ്ടാകാത്ത വിധം അള്ളാഹു അവനെ സംരക്ഷിക്കണമെന്നും ഇതിലൂടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഉൽഹിയത്ത്, ബലികർമ്മത്തിലൂടെ ശ്രദ്ധ നൽകുന്നത് മനുഷ്യൻ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിളിയുണ്ടായാൽ ഉടൻ തന്നെ തൻ്റെ കഴുത്ത് കുനിക്കണമെന്നും
ആ മാർഗത്തിൽ ജീവൻ നൽകാൻ പോലും മടിക്കരുതെന്നും ഈ കാര്യം പഠിപ്പിക്കുന്നു. പിന്നീട് 7 തവണയുള്ള തവാഫ്, 7 തവണയുള്ള സഈ, 7 കല്ലുകൾ എറിയുന്നത് എന്നിവയിലൂടെ ആത്മീയ ഉന്നതിയുടെ 7 ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആത്മീയതയിൽ 7 പദവികളുണ്ട്, അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം. സൂറത്തുൽ മുഅ്മിനൂനിൽ ഈ പദവികളെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതും ഒരു ആലങ്കാരിക ഭാഷയാണ്, ഒരു ഉപമയാണ്. ഈ ചുംബനത്തിലൂടെ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത്, ഞാൻ ചുംബിക്കുന്ന ഈ അസ്തിത്വത്തിൽ ദൈവമാർഗത്തിൽ നിന്നും ഞാൻ എന്നെ വേർപെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് അതെൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറണമെന്നാണ്. ചുരുക്കത്തിൽ ഹജ്ജ് എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾക്കും വെളിച്ചത്തിനും കാരണമാകുന്ന മഹത്തായ ഒരു ആരാധനയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്നത്തെ മുസ്ലിങ്ങൾ വെറും ചടങ്ങായി മാത്രം ഇത് നിർവഹിക്കുന്നത് കാരണം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.